നമസ്കാരം. വളരെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ മെസ്സേജ് ആയിട്ട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ദുർഗാവാഹിനിയുടെ വീഡിയോകളൊന്നും കാണുന്നില്ലേ, അല്ലെങ്കിൽ ഇവരെ അങ്ങ് മറന്നോ, ഇവരുടെ വീഡിയോകൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആരെയും മറന്നിട്ടില്ല, ദുർഗാവാഹിനിയെയും മറന്നിട്ടില്ല, ലസിത പാലക്കലിനെയും മറന്നിട്ടില്ല, നമ്മുടെ ജെറുസലേം അമ്മായിയെയും മറന്നിട്ടില്ല. പുതിയ അല്ലെങ്കിൽ ആരും ചെയ്യാത്ത ചില ന്യൂസുകൾ ആയിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന അതിനകത്ത് ഈ ദുർഗാവാഹിനി ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഉറഞ്ഞു തുള്ളി. കാരണം നമ്മുടെ ഈ മക്കയും മദീനയും പോലെയാണ് കാശി എന്നൊക്കെയാണ് പറയുന്നത് ഈ സാധനം. ഒരു പക്ഷേ ചിലപ്പം ഹിന്ദുമത വിശ്വാസ പ്രകാരം അവർക്ക് ഏറ്റവും കൂടുതൽ പുണ്യമായിട്ടുള്ള ഒരു ഭൂമി തന്നെയാണ് കാശി എന്ന് പറയുന്നത്. അപ്പം പണ്ട് ഈ മുഗൾ ചക്രവർത്തിമാർ ഭരിച്ചിരുന്ന കാലത്താണ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഹൈന്ദവ ദേവാലയങ്ങൾ മുഴുവൻ ഇടിച്ചു പൊളിച്ച് തകർത്തിട്ടാണ് അവിടെ ഈ പള്ളികൾ പണിതെന്നാണ് ഇവിടുത്തെ വർഗീയവാദികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മതവെറിയന്മാരായിട്ടുള്ള ഈ ഫാസിസ്റ്റുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഈ ഫാസിസ്റ്റുകളുടെ ഒരു കടന്നുകയറ്റം തന്നെയാണ്. കാരണം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നതിന് ശേഷം വീണ്ടും നമ്മളൊരു മൂന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറെടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറേ 2-3 വാർത്തകൾ ചെയ്തു. കാരണം EVM മിഷനെതിരെ രംഗത്ത് വരണം എന്ന രീതിയിലൊക്കെ 2-3 വാർത്തകൾ ചെയ്തു. പക്ഷേ അതൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. കാരണം ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ പണമാണ്. പണം അവരുടെ സ്വയം നിലനിൽപ്പ് മാത്രമാണ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നല്ലോ ഗ്യാൻബാഗി മസ്ജിദിൽ പൂജ നടത്താനായിട്ടുള്ള ഒരു അനുമതി വാരണാസി കോടതി നൽകിയത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു ചർച്ചയാണ് ഈ റിപ്പോർട്ടർ ചാനലിനകത്ത് നമ്മുടെ ദുർഗാവാഹിനി ഉറഞ്ഞു തുള്ളിയപ്പോഴത്തേക്ക് ദുർഗാവാഹിനി പറഞ്ഞത് മക്കയും മദീനയും പോലെയാണ് ഈ പറയുന്ന കാശി ഗ്യാൻബാബി മസ്ജിദിനെ ഇവിടുത്തെ ഹൈന്ദവ മതവിശ്വാസികൾ കാണുന്നത്. ഏതൊരു പുണ്യ ആരാധനാലയമാണെങ്കിലും അവർക്ക് അത് പരിപാവനമാണ്, അവരത് വിശ്വസിക്കുന്നത് തെറ്റില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ എല്ലാ പള്ളികളുടെയും അടിയിലാണ് ഈ പറയുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനൊരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇങ്ങനെ പ്രചരിപ്പിച്ച് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം വരെ ഇത് വാർത്തകളെ വെറുത്തിരിക്കുകയാണ്. കാരണം അവർ കേട്ട് മടുത്തു. ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ ആർക്ക് സമയമില്ല. അവരെല്ലാം ചർച്ച ചെയ്യുന്നത് ഇത് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനായിട്ടുള്ള ഇവരുടെ ഒരു തന്ത്രം അല്ലെങ്കിൽ ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് ചില പൊട്ടന്മാരും വിവരം കെട്ടവന്മാരൊക്കെ. കാരണം മാധ്യമ പ്രവർത്തക എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ദുർഗാവാഹിനിയെ പറയാം. കാരണം ചാണകം തലയെ തിരികെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ ദുർഗാ ചേച്ചി ഈ ഒരു വിഷയം നമ്മുടെ അരുൺകുമാർ അങ്ങോട്ട് എടുത്തിടുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് പിടിച്ചിട്ട് തെളിവുകളുടെ ഒരു കൂമ്പാരം അങ്ങോട്ട് നികത്തുക. കാരണം ഈ ഗ്യാൻബാബി മസ്ജിദ് അവിടെ ക്ഷേത്രമായിരുന്നു, ചക്രവർത്തിമാർ ഇത് ഇടിച്ചു പൊളിച്ച് നിരത്തി. കേരളത്തിലടക്കം ഇന്ത്യയിൽ ഏതാണ്ട് 3000-ഓളം പള്ളികളുടെ ലിസ്റ്റ് സംഘപരിവാറിന്റെ കൈകളിൽ ഇരിപ്പുണ്ട്. അപ്പം ഇതൊന്നും ആരും ചോദിക്കരുത്. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് ഞങ്ങൾ ഇതങ്ങോട്ട് പൊളിച്ചങ്ങ് തുടങ്ങും. അന്തരം കൈയും കാലും ഇട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ EVM എന്ന് പറയുന്ന ആ ഒരു ശവപ്പെട്ടി അത് ഇല്ലാതാക്കിയില്ല എന്നുണ്ടെങ്കിൽ കട്ടപ്പുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത അതൊന്ന് കണ്ടുപോകാം. ഗ്യാൻബാബിയിലെ വിധി വന്നു കഴിഞ്ഞതിനു ശേഷം അവിടുത്തെ അഭിഭാഷകൻ പറഞ്ഞൊരു വാചകം ഇതാണ്. ഈ KM മോഹൻ പാണ്ഡെ എന്ന് പറയുന്ന 1983 അയോധ്യയിലെ ക്ഷേത്രത്തിൻ്റെ തുറന്നു കൊടുക്കാൻ വേണ്ടി കാരണമായ കേസിൻ്റെ വിധിയോടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അയോധ്യ വഴിയിലാണോ ഗ്യാൻബാബി എന്ന് നമ്മൾ ആ ചോദ്യമിട്ടത് ഈ അഭിഭാഷകന്റെ സ്റ്റേറ്റ്മെന്റിനെ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ്. മക്കയും മദീനയും പോലെയാണ് അയോധ്യയും കാശിയും എന്നതാണ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞു വരുന്ന നറേറ്റീവ്. അപ്പോൾ മക്കയും മദീനയും എങ്ങനെയാണോ പുണ്യസ്ഥലങ്ങളായി നിലനിൽക്കുന്നത് അതുപോലെ അയോധ്യയും കാശിയും നിലനിൽക്കണമെന്നുള്ള ഒരു ആഖ്യാനമാണ് ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചത് കണ്ട ദിവസമാണ് നമ്മൾ ഗ്യാൻബാബിയിൽ ഈ പൂജയ്ക്ക് അനുമതി നൽകുന്ന വാർത്ത കൂടി വാരാണസി ജില്ലാ കോടതിയിൽ നിന്നും വരുന്നതും നമ്മൾ അതേക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും. ഇവിടെ അയോധ്യയുടെ വഴിയിലാണ് ഗ്യാൻബാബി എന്ന് പറയുന്നതിനൊപ്പം തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാനെടുത്ത സമയത്തേക്കാൾ വളരെ കുറച്ച് സമയം മാത്രമേ ഗ്യാൻബാബിയിൽ പൂജ നടത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് എത്താൻ എടുക്കുകയുള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അയോധ്യയിൽ ഇല്ലാത്ത ഒന്ന് ഇവിടെയുണ്ട്. ASIയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഡിസംബർ 18-നാണ് ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തത്. സുപ്രീം കോടതിയിലും വാരണാസി ജില്ലാ കോടതിയിലുമായി പല കേസുകൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തായാലും നേരത്തെ ഇപ്പോൾ ഡോക്ടർ
അരുൺകുമാർ സൂചിപ്പിച്ച അഡ്വക്കേറ്റ് വിഷ്ണു ശങ്കർ ജെയിൻ ആയാലും കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഹിന്ദു വിശ്വാസ ജസ്റ്റിസ് KM മോഹൻ 1983 ഈ തർക്കമന്ദിരം പൂജയ്ക്ക് തുറന്നു നൽകാം, അവിടെ ഹിന്ദു ആരാധന പ്രകാരം പൂജ നടത്താം എന്ന് പറയുന്ന ആ ഫസ്റ്റ് ഓർഡർ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഗ്യാൻവാബിയിൽ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അപ്പീൽ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോഴും അവിടെ പൂജ നടക്കാൻ പോകുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. അയോധ്യയിൽ സ്ഥിരമായ പൂജകൾ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഗ്യാൻവാബിയിൽ എങ്ങനെയാണ്? ഗ്യാൻവാബി കുറച്ചുകൂടി ആക്റ്റീവായ ഒരു സൈറ്റാണ്, അയോധ്യ പോലെയല്ല. വർഷങ്ങളുടെ ഒരു തർക്കമല്ല. 93 വരെ ഇതേ സ്ഥലത്ത് ആരാധന നടന്നിരുന്നു എന്നതിന് തെളിവടക്കം വെച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇസ്ലാമിക് സെന്റർ ഫോർ ഇന്ത്യയാണ് എതിർ കക്ഷികൾ. അപ്പോൾ അവർ അപ്പീൽ പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വ്യാസ്ക തഖാന ഗ്യാൻവാബിയിൽ ഈ പള്ളിക്കുള്ളിലെ സീൽഡ് ഏരിയയിൽ ആരാധന നടത്താനുള്ള അനുമതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. കാശി വിശ്വനാഥ് ടെമ്പിൾ ട്രസ്റ്റാണ് പൂജാരിയെ നിയോഗിക്കുക. അവിടെ അവരുടെ പ്രധാനപ്പെട്ട വാദം, ഇത്രയും കാലം അവർ ഉയർത്തുന്ന വാദം എന്ന് പറയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ഒരു ഹിന്ദു ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നു. ഗ്യാൻവാബി ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നു. അത് മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ആജ്ഞാനുസരണം തകർത്ത് കളഞ്ഞു. അതിനുശേഷമാണ് അത് മുസ്ലിങ്ങളുടെ ഒരു ആരാധനാലയമായി അല്ലെങ്കിൽ ഗ്യാൻവാബി മസ്ജിദായി മാറുന്നത് എന്നതാണ്. ഇപ്പോൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കം വന്നിരിക്കുന്നത് എന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. അയോധ്യയിൽ അങ്ങനെ ASIയുടെ റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇവിടെ അത് കൃത്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഡിസംബർ 10 അതൊരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെതായിരുന്നു. ആ ഹിന്ദു ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്നു. അതിന് മുകളിലാണ് നിലവിലെ നിർമ്മിതി എന്ന് സ്ഥാപിക്കുന്നതിനായി അവർ പറയുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ചില പില്ലറുകൾ, ആ പില്ലറുകളാണ് ഇവിടെ ചെറുതായി രൂപമാറ്റം വരുത്തി, സ്ലൈറ്റ്ലി മോഡിഫൈഡ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ സ്ട്രക്ചറിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളും ഈ റിപ്പോർട്ടിൽ അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇകളുണ്ട്, അതുപോലെ തന്നെ ആ ഇൻസ്ക്രിപ്റ്റുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ദേവനാഗരി ലിപിയുണ്ട്, തെലുഗു ഉണ്ട്, കന്നഡയുണ്ട്. ഈ ലിപികളൊക്കെ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉള്ള ഇൻസ്ക്രിപ്ഷനുമായി സമാനമായ രീതിയിലുള്ളതാണ്. അപ്പോൾ ഈ ഗ്യാൻവാബി മസ്ജിദിന്റെ ഉൾഭാഗത്തെ പടിഞ്ഞാറെ മതിലിലെ ലിഖിതങ്ങൾ, ആ ലിഖിതങ്ങളിൽ ഹൈന്ദവ ചിഹ്നങ്ങൾ, ഓമടക്കമുള്ള ചിഹ്നങ്ങളുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പം ദൃശ്യവും അദൃശ്യവുമായ മറ്റു വിഗ്രഹങ്ങളുണ്ട്. ഇവിടെയെല്ലാം പൂജ നടത്താൻ അനുമതി വേണമെന്ന് അവർ ചോദിക്കുമ്പോൾ ആ അനുമതി അവിടെ കൊടുക്കുകയാണ്. വ്യാസ് കുടുംബം പറയുന്നതിന് ഇന്നിപ്പോൾ ജില്ലാ കോടതിയിൽ നിന്നും അനുമതി 93 വരെ പൂജ നടന്നിരുന്നു എന്നത് അവിടെ സ്ഥാപിക്കുകയുമാണ്. PHP അതേ തുടർന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗ്യാൻവാബി പള്ളി മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്നാണ് ഇപ്പോൾ VHPയുടെ ഇന്റർനാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ANAയിൽ അദ്ദേഹത്തിന് സൗണ്ട് ബൈറ്റും വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മുസ്ലിം കമ്മ്യൂണിറ്റി ഷുഡ് റെസ്പെക്ട്ഫുള്ളി ഷിഫ്റ്റ് the most to some other place and hand over the site to Hindus for constructing a temple. ഇവിടെ വിട്ടുപോകണം, അവിടെ ക്ഷേത്രം പണിയാൻ അനുവദിക്കണം. അതാണ് അവർ ആവശ്യപ്പെട്ടത്. കഞ്ഞി എടുക്കട്ടെ, ക്ഷീണിച്ച് കാണും ഇങ്ങനെ പറഞ്ഞല്ലേ. എന്തായാലും തെളിവുകൾ അടക്കം അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് അലക്കുകാരും ചാനലിനകത്തിരുന്നുണ്ട്. കേട്ട് കുറേ പൊട്ടന്മാർ അപ്പുറത്തിരിപ്പുണ്ട്. ഇതിനൊന്നും കണ്ടിക്കാനൊന്നും ഇവർക്കൊന്നും സാധിക്കുന്നില്ല. കാരണം സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അല്ലെങ്കിൽ റീച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന ചില പൊടിക്രിയകളാണ്. അത് ഈ സാധനത്തിനെ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്രയധികം ഹൈലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗ്യാൻവാബി മസ്ജിദ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഈ കാശിയിലെ ഒരു വലിയൊരു മതപണ്ഡിതൻ അല്ലെങ്കിൽ ഒരു സന്യാസി തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കള്ളത്തരമാണ്, ഇതൊന്നും ഇങ്ങനെ സംഭവം ഇല്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വളരെ ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ അറകളിൽ ഉണ്ടായിരുന്ന ഇരുമ്പ് കമ്പികൾ തകർത്തിട്ടാണ് ഇതിനകത്തേക്ക് ഈ പറയുന്ന ഹൈന്ദവ മതവിശ്വാസ പ്രകാരമുള്ള വിഗ്രഹങ്ങൾ സ്ഥാപിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടു. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ആയതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധികളും അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ല, അല്ലെങ്കിൽ ഷണ്ടന്മാരായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ദുർഗാവാഹിനിയുടെ ഈ ഒരു തുള്ളൽ അത് ഒരു ഗംഭീര തുള്ളൽ തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം വിനീസ് കണ്ടിട്ട്